തമിഴ് സിനിമാ താരം വിജയ് രൂപം നൽകിയ പുതിയ പാർട്ടിയുടെ പ്രഖ്യാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും എത്തുമോ? തമിഴകം ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിനായി കാത്തിരിക്കുകയാണ്. തമിഴക വെട്രി കഴകത്തിൻ്റെ ആദ്യ മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 23-ന് വില്ലുപുരം ജില്ലയിലെ വിക്രവണ്ടിയിലാണ് നടക്കുന്നത്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ രംഗത്ത് ഒരു വഴിത്തിരിവായി മാറിയേക്കാവുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. രാജ്യമാകെ ഉറ്റുനോക്കുന്ന തമിഴ്നാട്ടിലെ പുതിയ താരരാഷ്ട്രീയത്തിൻ്റെ ഉദയത്തിന് സാക്ഷ്യം വഹിക്കാൻ ദേശീയ രാഷ്ട്രീയ രംഗത്തെ ഒട്ടേറെ പ്രമുഖരെ ക്ഷണിക്കാനുള്ള നീക്കത്തിലാണ് വിജയ്. തമിഴക രാഷ്ട്രീയത്തിൽ വിജയിൻ്റെ TVK പാർട്ടിയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് DMK-യെയും മുഖ്യമന്ത്രി MK സ്റ്റാലിനെയുമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായ DMK-യെയും സ്റ്റാലിനെയും വെറുപ്പിക്കാനും അവരുടെ അതൃപ്തി പിടിച്ചുവാങ്ങാനും രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും തയ്യാറാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. DMK-യുടെ പിന്തുണയിലാണ് കോൺഗ്രസും CPM-ഉം തമിഴ് മണ്ണിൽ പിടിച്ചു നിൽക്കുന്നത്. BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെയും വിജയ് പരിപാടിയിലേക്ക് ക്ഷണിച്ചേക്കുമെന്നാണ് വിവരം. രാഹുൽ ഗാന്ധി അടക്കം വലിയ താരനിര സമ്മേളനത്തിലെത്തിയാൽ വിജയ്ക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ TVK-ക്കും ലഭിക്കുന്ന വലിയ സ്വീകാര്യത ഭാവിയിൽ തങ്ങൾക്കൊരു വെല്ലുവിളിയായി മാറുമെന്ന ഭീതിയിലാണ് DMK നേതൃത്വം. പ്രത്യേകിച്ചും തമിഴ് രാഷ്ട്രീയത്തിൽ ഏത് സാധ്യതകളും ഉപയോഗപ്പെടുത്താൻ കാത്തിരിക്കുന്ന BJP മറുവശത്ത് നിൽക്കുമ്പോൾ സമ്മേളനം സംബന്ധിച്ച് UPA പാർട്ടികളെല്ലാം കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന നിലയിലാണ്. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ള NDA നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുമെന്നാണ് TVK വൃത്തങ്ങൾ നൽകുന്ന സൂചന. 2009 മുതൽ രാഹുൽ ഗാന്ധിയുമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്നയാളാണ് നടൻ വിജയ്. ഒരിക്കൽ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ച വിജയ് പിന്നീട് ആ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. TVK-യുടെ ആവിർഭാവത്തോടെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ മാറ്റം ദേശീയ രാഷ്ട്രീയത്തിലെ മുൻനിരക്കാരായ BJP-ക്കോ കോൺഗ്രസിനോ നേട്ടമാകുകയെന്നേ ഇനി അറിയാനുള്ളൂ.